ഹായ് കൂട്ടുകാരെ, അപ്പോൾ അഞ്ജുമി അജു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ മാക്രോണിയാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം. വൃത്തിയാക്കി വെച്ച 1/4 കിലോ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 2 വിസിലോടുകൂടി വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. ചൂടായ ചെമ്പിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു വലിയ സവാള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. 2 അല്ലി പച്ചമുളകും ചെറിയ 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ക്യാപ്സിക്കം, കാബേജ്, ബീൻസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയുടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മക്രോണിയിലേക്കുള്ള മസാല അങ്ങനെ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് മക്രോണി വേവിച്ചെടുക്കാം. ചെമ്പിൽ വെച്ച വെള്ളം ചൂടായതിന് ശേഷം കഴുകിയ മക്രോണി അതിലോട്ട് ഇട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് ഓട്ടച്ചെമ്പിലോട്ട് മക്രോണി ഊറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മസാലയിലോട്ട് നമ്മളുടെ മക്രോണി ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി മക്രോണി ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ലഞ്ചായിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.